അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, നോക്കൂ, CPM അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് കേരളത്തെ ഇങ്ങനെ ഞെക്കിപ്പിഴിയുന്നത് എന്നുള്ളത്. BJP ഇതര സർക്കാരുകളുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുക എന്നുള്ള സൂചന വളരെ മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങിയിരുന്നു കേരള സർക്കാരുമായി ബന്ധപ്പെട്ടവരൊക്കെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രേവന്ത് റെഡ്ഡി ഉൾപ്പെടെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ കർണാടക സർക്കാരും ഹിമാചൽ പ്രദേശ് സർക്കാരും ഇതേ കാര്യങ്ങൾ അനുഭവിച്ചു തുടങ്ങുമ്പോൾ കോൺഗ്രസ് നടത്തുന്ന ഇത്തരം ന്യായീകരണങ്ങൾ എത്ര ദിവസം അവർക്ക് ഇതുപോലെ പറയാൻ സാധിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇത് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താതെ തന്നെ കാലം കഴിക്കാനാകുമോ അവർക്ക്? നോക്കൂ, ഈ വിഷയത്തിൻ്റെ ഗൗരവത്തിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുടെ കൈരളിയുടെ റിപ്പോർട്ടറോടുള്ള ആ പ്രതികരണമാണ് ഞാൻ ആലോചിക്കുന്നത്. അദ്ദേഹം ഈ തെലങ്കാന സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി ഉണ്ടെന്നും ആ കോൺഗ്രസ് മുഖ്യമന്ത്രി ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും അറിയത്ത് പോലും അദ്ദേഹത്തിനില്ല. ഇവരൊക്കെയാണ് ഈ രാജ്യത്ത് പ്രതിപക്ഷ നേതാവായും മന്ത്രിയായും ഒക്കെ ഇരുന്നതെന്നുള്ള കാര്യം ഓർക്കുമ്പം കോൺഗ്രസിൻ്റെ ഒരു അനിഷേധ്യനായ നേതാവാണ്, മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് കൈവച്ചിരിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് തെലങ്കാനയിൽ എന്താ നടക്കുന്നത്, കർണാടകയിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഹിമാചലിൽ എന്താണ് അവർ നേരിടുന്ന സാമ്പത്തിക പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല എന്ന് പറയുമ്പം, പക്ഷേ അദ്ദേഹം മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള ആളായിരുന്നു ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഏതെങ്കിലും ഒരു അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല. കാര്യം ഇവിടുത്തെ കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം മാത്രമല്ലേ ഈ പറയുന്ന ആന്ധ്രയെക്കുറിച്ചും തെലങ്കാനയെക്കുറിച്ചും മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് എന്ത് നേരിടുന്നു എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുപോലെ തിരക്കാണ്, ഇവിടെ ഭയങ്കര തിരക്കാണ്, എനിക്ക് അങ്ങനെ തോന്നുന്നത്. അത് പോട്ടെ, അതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ആദ്യം പറയാനുള്ളത്. 2, കോൺഗ്രസ് പലപ്പോഴും എടുക്കുന്ന ഒരു നയം, കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നിട്ട് ഭരണത്തിലേക്ക് വരാൻ കോൺഗ്രസ് എടുക്കുന്ന ഒരു ഇരട്ടത്താപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയൻ്റെ മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്തിൽ സർക്കാർ വീണ്ടും രൂപീകരിക്കുന്നതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് കേരളത്തിൽ ഇവർ പറഞ്ഞത് ക്ഷേമ പെൻഷൻ 6000 കൊടുക്കുമെന്നോ അങ്ങനെ ഒരു വലിയ തുക പറഞ്ഞു. അന്നൊരു ഒരു ഡിബേറ്റിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, 6000 കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി സംസ്ഥാനത്തിനില്ല. വോട്ട് കിട്ടാനായി ഇപ്പം എങ്ങനെയും തിരിച്ച് അധികാരത്തിൽ വരാനായി ഉള്ള ശ്രമം മാത്രമാണ്, ജനം ഈ വാക്കുകൾ വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. സത്യത്തിൽ കേരളത്തിന് 6000 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള ഒരു ഫൈനാൻഷ്യൽ പ്രൂഡൻസ് ഉള്ളൊരു സംസ്ഥാനമല്ല കേരളം. ഈ പറയുന്ന ഇപ്പം കൊടുക്കുന്നത് തന്നെ സത്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു സത്യമാണ്. കാര്യം നമുക്ക് സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ട സപ്പോർട്ട് കിട്ടുന്നില്ല. അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് അദ്ദേഹം വ്യക്തമായി പറയുന്നുമുണ്ട്. ഈ ധനസ്ഥിതിയുള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പം കേരളത്തിൻ്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് സോഴ്സസിൽ നിന്നുള്ള റവന്യൂ വളരെ ഹൈ ആണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് വളരെ മെച്ചപ്പെട്ട് വരിക എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ഈ സംസ്ഥാനത്ത് ഇൻക്രീസ് ചെയ്യും, ക്ഷേമ പെൻഷൻ ഇൻക്രീസ് ചെയ്യും, ഒരു സംശയവുമില്ല. പക്ഷേ ഈ പറയുന്ന 6000-ലേക്കൊന്നും കോൺഗ്രസ് പറഞ്ഞതുപോലെ വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ല. കോൺഗ്രസ് 6000 ഒന്നും അങ്ങോട്ടൊരു തുക പറഞ്ഞപ്പം BJP അത് 12000 കൊണ്ടാക്കി. കാര്യം പറയുന്നതിന് ഛേദമൊന്നുമില്ലല്ലോ. ഇതുപോലെ തന്നെ രേവന്ത് റെഡ്ഡി അധികാരത്തിൽ വരാനായ രേവന്ത് റെഡ്ഡി പറഞ്ഞത് എന്താണ്, 2000 ഉള്ള അൺഎംപ്ലോയ്മെൻറ്റ് പെൻഷൻ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് സ്കീമിൽ നിന്ന് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ കൊടുക്കുന്ന ഒരു 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 ഫണ്ടിങ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അത് 4000 ആക്കുമെന്ന് പറഞ്ഞു. ഇത് 4000 ആക്കുക കുഴപ്പമെന്ന് പറയും. ഇവർ പറഞ്ഞിരിക്കുന്ന 420 സ്കീമുകൾ, അവിടുത്തെ 420 സ്കീമുകൾ കൊണ്ടുവരും, അത് അങ്ങനെ ഗ്യാരണ്ടീഡ് സ്കീമുകളാക്കി അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഗ്യാരണ്ടി കാര്യങ്ങൾ നടത്തുമ്പം അവിടുത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ കുറിച്ച് ഒരു ധാരണയുമില്ലാതാണ് കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. ആ ഓഫർ കൊടുക്കുന്നതാണ്. ആ ഓഫർ അവർക്ക് കംപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നടന്നത് ഇതാണ്. ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. എനിക്കൊരു സംശയമില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഓഫർ കൊടുക്കുക, അധികാരം പിടിക്കുക, എങ്ങനെയും അകത്ത് കയറുക, അതിനുശേഷം പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. നോക്കൂ, ഇത് ജനങ്ങളിലേക്ക് ചെല്ലുന്നതും ജനങ്ങൾ കേൾക്കുന്നതും. ഇന്നിപ്പം രാജ്ദീപ് സർദേശായി ഇത് ഈ പറയുന്ന രേവന്ത് റെഡ്ഡിയുടെ അല്ലെങ്കിൽ രാജ്ദീപ് സർദേശായിയുടെ ഇന്ത്യ ടുഡേ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു എങ്കിൽ പറ്റാനുള്ള ഒരു ഫൈനാൻഷ്യൽ പ്രൂഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണിത് ഓഫർ ചെയ്യുന്നത്?
എന്നിട്ട് കടമെടുത്തിട്ട് ഇത് കൊടുക്കുന്ന ഒരു സാഹചര്യം വരും. നോക്കൂ, സാധാരണ ജനങ്ങളിലേക്ക് പണം വരികയാണെങ്കിൽ അവരുടെ സ്പെൻഡിങ് മെച്ചമാകും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നല്ല രീതിയിൽ മുന്നോട്ട് കാര്യങ്ങൾ നീക്കാൻ പറ്റുമെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷെ കുഴപ്പം, ഇവർ കടമെടുത്ത പണം ഇത് ഇഫക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ വളരെ സംശയം ആൾക്കാർ പ്രകടിപ്പിക്കുന്നുണ്ട്. നോക്കൂ, 15 മാസം കൊണ്ട് പെട്ടെന്ന് ഉണ്ടായ ഒരു പ്രശ്നമായിട്ട് ഞാൻ ഒരിക്കലും കണക്കാക്കുന്നില്ല. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, 100% അല്ല. 15 മാസം കൊണ്ട് രേവന്ത് റെഡ്ഡി ഉണ്ടാക്കിയെടുത്തൊരു പ്രശ്നമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാൻ തയ്യാറല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. കേരളത്തെക്കുറിച്ച് റോണി കെ ബേബി പറഞ്ഞില്ലേ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലുള്ള ഓഫറുകൾ കൊടുത്ത് നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ സ്പെസിഫിക്. പക്ഷേ അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും അതേസമയം ഇത് നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സർക്കാരുകൾക്ക് അവരുടേതായ വാഗ്ദാനങ്ങൾ ഉണ്ടാകും. അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി അവർ അവരുടേതായ വഴികളിലൂടെയൊക്കെ പോവുകയൊക്കെ ചെയ്യും. പക്ഷെ അപ്പോഴും കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാനുണ്ടല്ലോ, അവർ കൊടുക്കേണ്ട വിഹിതം കൊടുക്കേണ്ടതുണ്ടല്ലോ. അത് വാങ്ങിയെടുക്കാൻ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കാലങ്ങളിലെ ഈ പോരാട്ടമുണ്ടല്ലോ, അതിനെ രാഷ്ട്രീയം കൊണ്ട് മാത്രം തള്ളിപ്പറയുന്ന കോൺഗ്രസ് സ്വന്തം സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ വന്നിട്ടും ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പറയാൻ പറ്റുമോ? അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരട്ടത്താപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ മൊത്തം പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ പ്രശ്നമാണെന്ന് പറയുന്നവർക്ക് അവിടുത്തെ പ്രശ്നം അതുപോലെ സമ്മതിക്കണ്ടേ? നോക്കൂ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു വന്ന് ഞാൻ ഈ പറയുന്ന ഫോൾസ് പ്രോമിസ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതല്ലാതെ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഒരാൾ ഫിനാൻഷ്യൽ പ്രൂഡൻസ് ഇല്ലാതെ മൊത്തത്തിൽ ഇടപെട്ടു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ പറഞ്ഞതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ, കർണാടകത്തിൽ ഇതുപോലെ അവർ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഫോൾസ് പ്രോമിസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് കേരളത്തിലും വരാൻ പോകുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. നോക്കൂ, കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ രേവന്ത് റെഡ്ഡി തന്നെയാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ ക്രിഞ്ചിൻ്റെ കോൺട്രിബ്യൂട്ടർ എന്നിരിക്കട്ടെ, അദ്ദേഹം കാരണമാണ് ഈ സംഭവിക്കുന്നതിരിക്കട്ടെ, ആ സംസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്. ആ കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടുള്ള GDP-യുടെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് തെലങ്കാന. ആ സംസ്ഥാനത്തിൻ്റെ ഫൈനാൻഷ്യൽ ടേമോയിലിനെ പിടിച്ചു നിർത്താനും അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള എല്ലാ സഹകരണങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് അടങ്ങുന്ന സംസ്ഥാനങ്ങൾ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ കോൺഗ്രസ് ഇത് പറയാത്തത് ഇത് മൊത്തം പിണറായി വിജയൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വോട്ട് പിടിക്കാൻ പറ്റൂ. അതുകൊണ്ട് മാത്രമുള്ള ഒരു നാടകമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന മാക്രോ എക്കണോമിക് പോളിസി എങ്ങനെയാണെന്ന് ഒരു സ്റ്റേറ്റിന് മാത്രമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? മാക്രോ എക്കണോമിക്സ് വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന എഫക്റ്റീവ് സ്പെൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം, അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്താം. നോക്കൂ, ഈ പറയുന്ന ബീഹാറും തെലങ്കാനയും ആന്ധ്രാപ്രദേശും എന്തോ ഒരു കാശാ കഴിഞ്ഞ ബഡ്ജറ്റിൽ അവർക്ക് കിട്ടിയത്. അവർക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ. കാര്യം എന്താ? അതിന് കാരണം BJP-യെ നിലനിർത്തുന്ന 2 സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല. അവിടെ ഇക്വിറ്റി, ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്കണോമിക് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ അവിടെ ഇക്വിറ്റി പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല. അത് ബീഹാറിലെ നിതീഷ് കുമാറിന് കൊടുക്കേണ്ട കാശ് കൊടുത്തില്ലെങ്കിൽ നിതീഷ് കുമാർ ഇറങ്ങിപ്പോവും, നരേന്ദ്രമോദി വീട്ടിൽ പോയിരിക്കും. അത് തന്നെയാണ് ആന്ധ്രാപ്രദേശിലെ കാര്യം. ഈ പറയുന്ന ഇക്വിറ്റി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാതെ യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ ഞെരിക്കുന്നുണ്ട്. കർണാടകത്തെ, ഹിമാചലിനെ, ഈ പറയുന്ന തെലങ്കാനയെ യഥാർത്ഥത്തിൽ അവർ നേരിടുന്ന പ്രശ്നം കേന്ദ്രത്തിൽ നിന്നുള്ളതാണ്. ഇൻഡിജീനിയസ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കേരളത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് കാണിക്കാം, മറ്റ് സംസ്ഥാനങ്ങളിലും എക്സാമ്പിൾ എടുത്ത് കാണിക്കാം. പക്ഷേ അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഈ പറയുന്ന ബീഹാറിലോ തെലങ്കാന ആന്ധ്രാപ്രദേശിലോ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രശ്നമില്ലാതിരിക്കുകയും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം പ്രശ്നം നേരിടുകയും അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പറയുന്ന രീതിയിലുള്ള നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു എക്സാമ്പിൾ പറയാം. നോക്കൂ, നമ്മളുടെ ജീവിതത്തിൽ നമ്മളിപ്പം 10 വർഷമായല്ലോ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഈ പറയുന്ന ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു ലാൻഡ് സ്ലൈഡാണ് നമ്മൾ വയനാട് കണ്ടത്, അല്ലേ? 1 രൂപ തന്നോ? പ്രധാനമന്ത്രി വരുന്നു, ഫോട്ടോ എടുക്കുന്നു, തിരിച്ചു പോകുന്നു. അതല്ലേ സംഭവിച്ചത്? ഒരൊറ്റ രൂപ ഇത്രയും നാൾ കഴിഞ്ഞ ശേഷവും തന്നിട്ടില്ല. ഇത്രയും സങ്കീർണമായ ഒരു വിഷയം സംസ്ഥാനം നേരിട്ടപ്പോഴും അതിനെ പിടിച്ച് എങ്ങനെയും കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തിന് അവിടുത്തെ ജനങ്ങൾക്ക് 1 രൂപ പോലും കൊടുക്കാതിരിക്കുകയും
അങ്ങനെ മുന്നോട്ട് വീണ്ടും നീങ്ങാമെന്ന് ഉത്തമ ബോധ്യത്തോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന ഒരു കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തുണ്ട്. അതാ മനസ്സിലാക്കേണ്ടത്. അപ്പം ഒരു സംസ്ഥാനം ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് പ്രധാനമന്ത്രി പോലും ഇത് ഭയങ്കരമായ ബുദ്ധിമുട്ട് നേരിട്ടൊരു വിഷയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്ദർശിച്ച ചേട്ടവും അതിന് നമുക്ക് പണം തരുന്നില്ല എങ്കിൽ സാധാരണ വിഷയങ്ങളിൽ ഇവരുടെ നിലപാട് എന്തായിരിക്കും? സാധാരണ വിഷയങ്ങളിൽ എന്തായിരിക്കും ഇവരുടെ നിലപാട്? അത്ര മോശമാണ് ഇവിടുത്തെ നിലപാട്. ഇത് ബാലഗോപാലിനെ നോക്കിയോ അല്ലെങ്കിൽ പിണറായി വിജയനെ നോക്കിയിട്ട് ഇവരിങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. നിങ്ങൾക്ക് കയ്യിലിരിക്കുന്ന പണം എന്ന് പറയുന്നത് അവിടുന്ന് വരുന്നതും കൂടെ ചേർന്നാണ്. അത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന റവന്യൂ സോഴ്സിലെ GST വഴി അങ്ങോട്ട് മൊത്തം പോയി, അവിടുന്ന് ഇപ്പം ഇങ്ങോട്ട് തരികയാണ് ചെയ്യുന്നത്. അത് തരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കോൺഗ്രസ് മറിച്ചു വെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാം.